CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? ഈ രാജ്യത്തെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ കാര്യം മുഖ്യമന്ത്രിയുടെ മകൾ അഴിമതി പണം കൈപ്പറ്റിയെന്നും ആ ഒരു മൈനിങ് കമ്പനിക്ക് വേണ്ടി നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഗൂഢാലോചന നടത്തി വാങ്ങിയ പണമാണ് എന്നും കൂടി ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മുമ്പിൽ, ഭരണഘടനാ കോടതിക്ക് മുമ്പിൽ പറഞ്ഞ പശ്ചാത്തലത്തിൽ ഇനിയും അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണ്, മുഖ്യമന്ത്രി കസേരയിൽ തുടരുന്നത് ധാർമ്മികമാണോ എന്ന് CPM മറുപടി പറയണമെന്നാണ് എനിക്ക് ഘട്ടത്തിൽ പറയാനുള്ളത്. വീണ 1,05,00,000 രൂപയാണ് വീണയുടെ അക്കൗണ്ടിൽ വാങ്ങിയത്. 65 ലക്ഷം രൂപയാണ് കമ്പനി വാങ്ങിയത്. അല്ല, that need to be worked out. അല്ല, എന്നാണല്ലോ അവർ അവകാശപ്പെട്ടത്. എന്നാണ് അത് അഴിമതി പണം അല്ല എന്ന് വരുത്താൻ വേണ്ടി സർവീസിന് വേണ്ടി വാങ്ങിയ പണമാണെന്നുള്ളതാണ് CPM-ന്റെ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ ഇത് ഞാൻ കാണുന്നതല്ലേ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. ധനമന്ത്രി പറഞ്ഞ മറുപടി നിങ്ങൾ വ്യക്തമായി പരിശോധിച്ചാൽ ദ ക്വസ്റ്റ്യൻ വാസ് വെരി സ്ട്രെയിറ്റ്. 1.72 crores അതിന് നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ? സിമ്പിൾ സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ. ഈ വോട്ട് ഹാസ് ഒന്നും അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് നികുതി അടച്ചിട്ടുണ്ട്, ഇത്ര എമൗണ്ടിന് അടച്ചിട്ടില്ല. വൈ കാൻ ഹി സേ ദാറ്റ്? മൈ പോയിന്റ് ഇസ് CPM ധനമന്ത്രിയെ കൊണ്ട് കളവ് പറയിപ്പിച്ചു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മന്ത്രിമാരെ, നമ്മുടെ ഭരണ സംവിധാനത്തെ, സർക്കാരിനെ എങ്ങനെ വിശ്വസിക്കും? മൈ ഇന്റൻഷൻ ഇസ് ടു എക്സ്പോസ് ദിസ് ഹിപ്പോക്രസി. അല്ലെങ്കിൽ ഈ ഇത് തുറന്നു കാട്ടാണ്. അല്ലെങ്കിൽ അവർ ഞാൻ എത്രയോ വട്ടം അന്നത്തെ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷെ നിങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും പറയുന്നില്ല, ചില മാധ്യമങ്ങൾ അടക്കം ഈ വിഷയം ഡീറ്റെയിലായി ഡിസ്കസ് ചെയ്ത് 3-അംഗ ബെഞ്ച് 4-അംഗ ബെഞ്ചൊക്കെ ഇരുന്ന് GST അടച്ചിട്ടുണ്ട് എന്ന് കേരള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടെയാണ് എൻ്റെ പ്രോബ്ലം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വളരെ വളരെ പ്രയാസപ്പെട്ട് 3 റൗണ്ട് അപ്പീൽ നടത്തി വാങ്ങിയ റിപ്ലൈ ആണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.